നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വിഷു സ്പെഷ്യൽ ആയിട്ടൊരു ഇഞ്ചിക്കറി ആയിട്ടാണ് കേട്ടോ. ഞാനിതിന് മുൻപ് ഇഞ്ചിമ്പുളിയാണ് ഇട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കുറച്ച് മധുരം കൂടുതലാണ് നമ്മുടെ ഇഞ്ചിമ്പുളിക്ക്. ഇത് ഇഞ്ചിക്കറിയാണ്. അപ്പോൾ കുറച്ചും കൂടെ സ്പൈസ് ലെവൽ കൂടുതലായിരിക്കും. ഏകദേശം റെസിപ്പിയൊക്കെ സെയിം തന്നെയാണ്, എന്നാലും കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഈ വിഷുവിന് ഇത് തയ്യാറാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിഷു ആശംസിക്കുന്നു. ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം സ്പൈസി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ഇഞ്ചിയാണ്. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വെയിറ്റ് നോക്കിയപ്പോൾ 150 ഗ്രാം ഉണ്ട്. ഒരു ഏകദേശം 200 ഗ്രാം ഇഞ്ചി വാങ്ങിക്കുക. അതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണിത്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് നല്ല ഗോൾഡ് കളറാവുന്ന വരെ അങ്ങ് ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ സമയമെടുക്കും. അതിനുശേഷം റെഡി ആയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പത കാണുമ്പോൾ നിങ്ങൾ പേടിക്കരുത് കേട്ടോ, കുഴപ്പമുണ്ടാവില്ല. വളരെ നൈസാക്കിയിട്ട് ഇപ്പോൾ ചോപ്പറിലൊക്കെ വെച്ച് ചോപ്പ് ചെയ്തിട്ടാണെങ്കിൽ ഒരുപാട് പത വരും. ഇത് പരിഞ്ഞിട്ടിരിക്കുന്നതിന് അത്ര പതയില്ല. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും. അപ്പോൾ ആവാറായിട്ടുണ്ട്. കുറച്ചും കൂടി ഗോൾഡ് കളർ ആവുന്ന സമയത്ത് നമുക്കൊരു അരിപ്പയിലോട്ട് അരച്ച് മാറ്റിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്കിതങ്ങ് എടുക്കാം. നമ്മളിപ്പോൾ വലിയ പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ സമയം എടുക്കും ഇത് ഇതേപോലെ ഗോൾഡ് കളർ ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെറുതാക്കി ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വലിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഗോൾഡ് കളർ ആക്കിയതിന് ശേഷം പൊടിക്കണമെങ്കിലും അങ്ങനെ ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇഞ്ചി നല്ല കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ഇഞ്ചി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ബാക്കിയില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിക്കണമെന്നില്ല. അതൊന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിൽ ഞാൻ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇനി അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന 3 ചെറിയുള്ളിയാണ്. വളരെ നൈസാക്കി അരിഞ്ഞത്. പക്ഷെ ചെറിയുള്ളി താല്പര്യമില്ലാത്തവർ ഒഴിവാക്കാം കേട്ടോ. അതേപോലെ തന്നെ ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. എനിക്കിവിടെ കിട്ടുന്നത് മീഡിയം നീളമുള്ള പച്ചമുളകാണ് കേട്ടോ. സാധാരണ നമ്മൾ ചന്തമുളക് എന്ന് പറയില്ല, ആ മുളകാണ്. അതേസമയം വെള്ളമുളക് കിട്ടുകയാണെങ്കിൽ വെള്ളമുളകും നമുക്ക് ഉപയോഗിക്കാം. ഈ സമയത്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഗോൾഡ് കളറാവുന്നവരെ വഴറ്റിയെടുക്കണം. ഈ ചെറിയുള്ളി ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡ് കളർ ആയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് തിട്ടപ്പെടുത്താം. കാരണം ഞാൻ ഒരുപാട് അങ്ങ് എരിവിടുന്നില്ല. 1.5 ടീസ്പൂൺ മതിയാവും. നമുക്ക് ഈ ഒരു അളവിലേക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കരിയാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് സ്ട്രെയിനറിൽ വെച്ച് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ പുളിയുടെ കുത്ത് മാറുന്നവരെ നമുക്ക് കുക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് അതിലോട്ട് ഒരു ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന കായത്തിന്റെ പൊടി 1 നുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഉലുവയുടെ പൊടി 1 നുള്ള്. അപ്പൊ നിങ്ങളുടെ അടുത്ത് വറക്കാത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ ആ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ലാസ്റ്റ് ചേർത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് ഇടരുത്, ഒക്കെ 1 നുള്ള് മാത്രം ചേർക്കാൻ പാടുള്ളേ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് തീ വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നോക്കാം. പിന്നെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ശർക്കരയാണ്. ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ഒരുപാട് മധുരമുള്ള കറിയല്ല ഇത്. ചെറിയൊന്നൊരു മധുരം മതി, അല്ലാതെ നമ്മുടെ ഇഞ്ചിമ്പുളി പോലെ മധുരം ഇടാൻ പാടില്ല ശർക്കര. അപ്പം അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ശർക്കരയാണ് എനിക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറച്ച് ഒഴിക്കാം കേട്ടോ. ഇനി നന്നായിട്ടിത് തിളക്കട്ടെ. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് പുളിവെള്ളമൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ ഇതൊരു 10-15 പേർക്കൊക്കെ ഉണ്ടാവും കേട്ടോ. 15 അല്ല, കൂടുതൽ പേർക്ക് ഉണ്ടാവും. കാരണം കുറച്ചല്ലേ നമ്മൾ വിളമ്പുള്ളൂ.
അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തും. അതായത് ഒരുപാട് തിക്കാക്കണമെങ്കിൽ തിക്കാക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയം കൺസിസ്റ്റൻസി. ഇപ്പോൾ കുറച്ചും കൂടെ നമുക്ക് തിക്കാവാനുണ്ട്. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രുചി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പുളിയോ അല്ലെങ്കിൽ ശർക്കരയോ എരിവോ എന്താ വെച്ചാൽ മാറ്റങ്ങൾ വരുത്താമേ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഈ തിക്നെസ് കണ്ടോ, ഒരു സമയത്ത് ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് തിക്കായി കഴിഞ്ഞാലും നന്നായിട്ടുണ്ടാവില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതും എന്തായാലും മാറ്റം വരുത്താം. ഞാൻ ഓഫ് ചെയ്തു. ചൂടാറിയതിന് ശേഷം നമുക്ക് അടച്ചുറപ്പുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റി ഇത് പുറത്ത് വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 6 മാസത്തോളമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ 2 ദിവസം മുന്നൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് ഇഞ്ചിമുളി സദ്യക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റട്ടെ കേട്ടോ. ഇഞ്ചിക്കറി ചൂടാറിയിട്ടുണ്ട്. ഇതിൽ കാണുമ്പോൾ കുറച്ച് കളർ വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് റെഡ് കളർ, ഒരു എന്താ പറയുക, ഒരു മെറൂൺ കളർ പോലെ ഇരിക്കുന്ന ഒരു കളറാണിത്. ഇതാണ് തിക്നെസ് എന്ന് പറയുന്നത്. ഇത് എരിവും പുളിയും ചെറിയൊരു മധുരവും മാത്രമുള്ളൊരു കറിയാണ് ഇഞ്ചിക്കറി. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.